സരേ സാനി സസഗരേ നീ സസരേ സാനി സസഗ മാളത എന്നോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആകെ കൺഫ്യൂഷനില്ല. ആബിക്കാനോട് ചോദിച്ചിട്ട് ആബിക്ക ദേഷ്യപ്പെടും. ആബിക്കാണ് ഇത്രയും കാലമായിട്ട് ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞു ചെയ്യില്ല. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ കൂടെ. പക്ഷെ ഇന്ന കാലമായിട്ട് ആബിക്കാക്ക് ഇതുപോലത്തെ ഒരു അഫെയർ ഉണ്ടായിരുന്നെന്നോ കല്യാണം ഉറപ്പിച്ചിരുന്നെന്നോ അങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറഞ്ഞിട്ടില്ല. പഠിച്ചത് ആകെ കഴിഞ്ഞില്ല ഞാന്. മോളെ പൊന്നു ആ അമ്മായി വരി. അല്ല ബെല്ലടിക്കണൊന്നും കേട്ടില്ലല്ല. അവിടെ പുറത്തന്റെ അമ്മോസനുണ്ട്, മൂത്തേച്ചി ഉണ്ട്. ആ അന്ന വാടി ഇരിക്ക്. അമ്മായി വരുന്നു, ഇരിക്കി. ഞങ്ങളെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ആര്? എന്നിട്ട് ഒരാള് ആരല്ല, ഈ ഞാൻ തന്നെയാണ്. ഞമ്മളെ ഓർമ്മ പോലും ഇല്ല. ഇവാ ഈ എങ്ങനെ വരെ കൂടെ? ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലട്ടാ. അമ്മായി വിളിച്ചപ്പോൾ ഇങ്ങോട്ടൊരു സൂചന തന്നില്ലല്ല ഇവ വരുന്നത്. നല്ല ആൾക്കാരാണ്. ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. പ്രതീക്ഷിക്കാത്തോടത്തേക്ക് ഓടിത്താനേ എനിക്ക് പണ്ടേ ഒരു പ്രത്യേക കഴിവാണ്. അത് എനിക്ക് ആദ്യം മുതലേ അറിയൂല പൊന്നോ. ഓ ഈ ചളിക്കൊരു കുറവില്ലല്ലോ അമ്മായി അവൾക്ക് ഇപ്പോഴും. അല്ല മോളെ, അമ്മായിന്റെ മോൾക്ക് ഇവിടെ സുഖം തന്നെ അല്ലേ? കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇവിടുത്തെ എല്ലാരും നല്ല സ്വഭാവം തന്നെയല്ലേ എന്റെ കുട്ടീനോട്? സുഖാണ് അമ്മായിയെ. നല്ല സുഖമുള്ള പോലത്തെ തന്നെയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞാനേ ചായ എടുക്കട്ടെ. വരി, ചായ കുടിക്ക, എന്നിട്ട് സംസാരിക്കാം. അമ്മായിക്കും മോൾക്കും കൂട്ടുകാരിക്കും ഒക്കെ പാടാൻ. കുഞ്ഞോ ചായ വേണ്ടടി. ഞാൻ പണ്ടേ ചായ കുടിക്കാറില്ലാന്നേ നിനക്കറിയണ തന്നെയല്ലേ. എനിക്ക് ചായ വേണ്ട. ആ ഈ ചായ കുടിക്കില്ലാന്നുണ്ടെങ്കിലേ ഞാൻ വെള്ളം കലക്കി തരാം. അമ്മായി അന്യം വരി. ഹിബിയും പൊന്നോടിരുന്ന് സംസാരിക്കട്ടെ. വെള്ളം ഞാൻ കണ്ട് കൊണ്ടു നിർത്താളാ. വരി അന്ന, വായോ നമുക്ക് പോയി ചായ എടുക്ക. ആ പെണ്ണിന് വെള്ളം മതിയാലോ. വാ നമുക്കവിടെ പോവാ. പിന്നെ ഇവിടെ കൂടുതൽ രണ്ടാളും ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ നിക്കണ്ട. അങ്ങോട്ട് വരിട്ടോ. തൈബാ എനിക്ക് ഓളെ കിട്ടിക്കണെന്ന് കരുതിയാണ്ടേ ഇങ്ങനെ ഇരുന്നാണ്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ നിക്കണ്ട. അങ്ങോട്ട് വരി. മോള് വായ. ഇങ്ങോട്ട് വർത്താനം വന്നിട്ട് പോയി. എന്റെ അമ്മായിക്ക് ഒരു മാറ്റില്ല മോളെ. ഇനി ഇവിടെ വന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുള്ളതേ എന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഇവര് വരണുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങനെ പെട്ടെന്ന് പോന്നതാണ് അവരെ കൂടെ. അന്യം കണക്കാണ്, അമ്മായും കണക്കാണ്. പക്ഷെ അന്നക്ക് എന്നാലും ചെറുതായിട്ട് എന്നോടൊരു ചെറിയൊരു സിമ്പതി ഒക്കെ ഉണ്ട്. പക്ഷെ അമ്മായിന്റെ കാര്യം അങ്ങനെയല്ല. എന്നിട്ട് പറയടി കുഞ്ഞോ, എന്തൊക്കെ എന്റെ വിശേഷം? ഞാൻ ആകെ കൺഫ്യൂഷനാണ്. എന്റെ മനസ്സ് പറയണതേ തലച്ചോറ് കേൾക്കണില്ല. അതേ അവസ്ഥയാണ് ഇപ്പൊ എന്റേത്. ഇന്ന് ഏതായാലും വന്നത് നന്നായി. എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എന്തൊക്കെയാ പറയണേ? എടി തലച്ചോറ് പറയണാണെന്നുണ്ടെങ്കിൽ മനസ്സും കേൾക്കണില്ല. ആകെ കൺഫ്യൂഷൻ ആണെന്ന് വെച്ചാൽ കൺഫ്യൂഷനാണ്. എല്ലെന്ന് ചോദിച്ചാൽ എല്ലാം. അതുപോലത്തെ ഒരവസ്ഥയായിരിക്കും എന്റെ അവസ്ഥ. പൊന്നോ, ഇങ്ങനെ കൺഫ്യൂഷൻ വരാനേ എന്റെ അക്കരത്തെ അമ്മായി പ്രസവിച്ചോ? ഇപ്പൊ ഞാൻ അങ്ങനെ കാര്യം പറയുമ്പോളേ ഞാൻ എന്റെ വളിഞ്ഞ തമാശ പറയല്ലട്ടാ. പിന്നെ ഞാൻ എന്താ എന്നോട് പറയല്? ഈ ആകെപ്പാടെ കൺഫ്യൂഷൻ എന്നൊക്കെ പറയുമ്പോളേ പിന്നെ എന്തെന്ന് ഞാനോട് പറയല്? ഈ കാര്യം പറയും പൊന്നോ. അതിപ്പ ആബിക്കാന്റെ മാരേജ് ഉണ്ടല്ലോ, ഒരു പ്രാവശ്യേ ഉറച്ചു മുടങ്ങിയതാണാലോടോ. എന്താ ആടി സത്യം? ഇന്നുണ്ടല്ലോ എന്നോട് എല്ലാ കാര്യങ്ങളെ മാളത്താത്ത പറഞ്ഞടി. അത് കേട്ടപ്പോ തുറത്തിയതാണ് എനിക്ക് ഒരു ടെൻഷൻ പോലെ.
അപ്പൊ പൊന്നോ ആബികാക്ക എന്നോടേ ഇത്രയും കാലായിട്ടേ ഇതുവരെ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലടി ഇവ എന്നോട് ഇതുവരെ ഇതിനെ പറ്റിക്കാണ്ടേ ആബികാക്ക ഒന്നും സംസാരിച്ചിട്ടില്ല. അതിന് ഞാൻ ചിന്തിക്കുന്നത് 2 വർഷത്തോളം ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചതാണ് ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു കല്യാണം മുടങ്ങിയതിനെ പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ എന്നോട് പറഞ്ഞില്ലേ, എന്നോട് ഇന്ന് മാളത്താത്ത പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നുള്ളത്. എടി പൊന്നോ അതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ആബിക്കയുടെ പാസ്റ്റ് അല്ലേ. ഇപ്പൊ അതൊന്നും ചിന്തിക്കണ്ട. ആബിക്കപ്പേ എന്നെ നല്ലപോലെ തന്നെയല്ലേ നോക്കണത്, എന്നോട് സ്നേഹത്തിന് കുറവുമില്ല. പിന്നെ ഇപ്പൊ നമ്മൾ ആബിക്കാന്റെ പാസ്റ്റ് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ അതൊന്നും ചിന്തിക്കണ്ട. പാസ്റ്റ് അതിന്റെ വഴിക്ക് അങ്ങനെ പൊക്കോട്ടെ. എടി എന്നാലും ഒരെന്നാലും ഇല്ല. ഇപ്പൊ എനക്ക് എൻ്റെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ ഈ ആബിക്ക വരുമ്പോ ആബിക്കാനോട് ചോദിച്ചു നോക്ക്. അപ്പൊ എനക്കൊരു മനസ്സിന് സമാധാനം ഉണ്ടാവുമല്ലോ. ഇത് വെറുതെ മനസ്സിൽ വെച്ചിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടി ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം കിട്ടാനാണ്? ഈ ആബിക്ക വരുമ്പോ ആബിക്കാനോട് ചോദിച്ചു നോക്ക്. എടി അത് പിന്നെ എന്നോട് ഇതിനെ പറ്റിയിട്ടൊന്നേ ഇപ്പൊ ആബിക്കാനോട് ചോദിക്കണ്ടെന്നാണ് മാളതാത്ത പറഞ്ഞിരിക്കണത്. പിന്നെ ഞാൻ മാളതാത്താനോട് പറഞ്ഞും ചെയ്ത് ഞാൻ ചോദിക്കൂല എന്നുള്ളത്. എന്നിട്ട് ഞാൻ ആബിക്കാനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം നടന്നാലാ അതും പിന്നെ ആകതാവൂല. മാളതാത്താക്ക് എന്നോടുള്ളൊരു വിശ്വാസം കുറയൂലടി. അടി അത് ശരിയാണ്. ഇനിയിപ്പൊ ഈ ആബിക്കാനോട് ചോദിച്ചിട്ടേ പല പ്രശ്നങ്ങളും ഇനി ഇവിടെ ഉണ്ടായാലോചിച്ചിട്ടാവും മാളതാത്ത പറഞ്ഞിട്ടുണ്ടാവുക എന്നോട് ചോദിക്കണ്ടെന്നുള്ളത്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവൂല. ഈ പറഞ്ഞത് ശരിയാണ്. ഇനി പിന്നെ ചോദിക്കണ്ട. അറിയൂലടി, ഇക്കാന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല എന്റെ ജീവിതത്തില് എന്തൊക്കെയാ നടക്കണെന്നുള്ളത്. പഠിച്ചോനെ, ഇവളെ ഞാനെന്താ പറയാ. ഞാനാണെന്നുണ്ടെങ്കിൽ പൂയിത്താത്താനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ പൂയിത്താത്താക്ക് എന്നോട് ദേഷ്യം. ആ ദേഷ്യത്തിന്റെ പിന്നിലെ കാരണം എന്താന്നുള്ളത് എനിക്കൊന്ന് മാളതാത്ത പറഞ്ഞപ്പോ മനസ്സിലായി. പക്ഷെ അത് അറിഞ്ഞു വെക്കുമ്പോഴാ അതിനെക്കാട്ടി വലിയ ടെൻഷനായി എന്റെ ജീവിതത്തില്. എനിക്കൊരെത്തും പൊടിയും കിട്ടണെങ്കില് ഇക്കാന്നുണ്ടെങ്കില് ടെൻഷൻ അടിച്ചിട്ടേ ഒരു എന്താ പറയല് ഒരു മനസ്സമാധാനം ഇല്ലടി. ഇപ്പൊ തോന്നാണ് മാളത്താത്താക്ക് എന്നോടൊന്നും പറയണ്ടിനില്ല, ഇക്കാന്നുണ്ടെങ്കിൽ മാളത്താത്താനോടൊന്നും ചോദിക്കണ്ടിനില്ല എന്നുള്ളത്. ഞാൻ പൂത്താത്താക്ക് എന്താണ് എന്നോട് ദേഷ്യം എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഇതിപ്പോ ഇങ്ങനെയായി. ഈ പൊന്നോ ഈ ഓവറായിട്ട് ഇങ്ങനെ ചിന്തിക്കണ്ട. ഓവറായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള സമാധാനം പോവുള്ളൂ. നല്ല രസമുള്ള കാര്യം എന്നല്ല ഈ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ട് കാട് കയറിയാണ്ട് ഓരോന്നും മനസ്സിൽ വെച്ചുകൊണ്ട് അത് ടെൻഷൻ അടിച്ച് നടക്കാന്. ആബിക്കാന്റെ പാസ്റ്റ് അല്ലേ, അതവിടെ വിട്ട് എന്നാണോ ആബിക്ക എന്നോട് പറയാൻ തോന്നുന്നത് അന്ന് പറഞ്ഞോട്ടെ. ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേറെ കാട് കയറി പോവാൻ നിക്കണ്ട. അല്ല കഴിഞ്ഞില്ലേ രണ്ടാളി സംസാരം? ഞങ്ങൾ രണ്ടാളിപ്പോ കൊറേ ആയില്ലേ കണ്ടിട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കാണ്. പേര് ഹിബാന്നല്ലേ? ആ ഹിബാന്നാണ്. ഹിബ എന്റെ കല്യാണം നോക്കുന്നുണ്ടാ? ഇനിയിപ്പൊ വീട്ടുകാര് കല്യാണം നോക്കിയാലേ ഞാൻ കെട്ടൂല. അതെന്തേ, വല്ല ചുറ്റിക്കളി ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണ്ടാച്ചിട്ടാണ്. ഇത് പൊന്നിനെ പോലെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കണ്ടാച്ചിട്ടാണ്, വേറൊന്നുമല്ല. ആ അതും ശരിയാണ്. ആ നല്ല ആളെയാണ് ഞാൻ വിളിക്കാൻ പറഞ്ഞത്. ഇവിടെ വന്നിട്ട് ഈ വർത്താനം പറഞ്ഞ് നിക്കണവരോട് അല്ലോ ഞാനത് മറന്നുത്താ ഞാൻ എന്തിനാ വന്നെന്നുള്ളത്. നിങ്ങള് വരി ചായ കുടിക്കാം. നിങ്ങളെ അമ്മായിയെ അവിടെ കാത്തിക്കുണ്ട്. നിങ്ങളെ വരി വാ കുഞ്ഞാ, ഹിബനി കൂട്ടിയിട്ട് നിങ്ങളെ അമ്മായി അവിടെ കാത്തിരിക്കുന്നുണ്ട്. വരി വാടി. ഇനി നമ്മൾ ഇവിടുന്ന് പോയില്ലാന്നുണ്ടെങ്കില് അമ്മായിന്റെ തൊള്ളയിൽ കൊടുക്കുന്നത് കേൾക്കേണ്ടി വരും. വാ. ആ പൊന്നോ കഴിഞ്ഞ നിങ്ങളെ വർത്താനൊക്കെ കേട്ടമ്മ. ഇവൾക്കുണ്ടല്ലോ ഇവനെ കിട്ടിയാ പിന്നെ ഇവൾക്ക് പിന്നെ നമ്മളൊന്നും പറ്റൂല.
എന്തിനാ പറയണത്? എന്റെ അന്നമോളെ പോലും ഇവൾക്ക് പറ്റൂല. ഇവന്നെ മതി ഇവൾക്ക്. അല്ലെങ്കിലും പൊന്നൂനെ പോലൊന്നേ ഇന്നെ കൊണ്ടാവാൻ കഴിയൂല. അതെന്താ അന്ന ഈ അങ്ങനെ പറഞ്ഞേ? പൊന്നൂനിപ്പ എന്താ കുഴപ്പം? ഇവൾക്കേ കുഴപ്പം മാത്രമുള്ളൂ. ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇങ്ങനെ ചിരിച്ചിങ്ങോട് നിക്കും. അതിപ്പോ ഇവളെ മുഖത്ത് നോക്കിക്കാണ്ടേ ആര് കളിയാക്കിയാലും വേണ്ടിയില്ല, കുറ്റം പറഞ്ഞാലും വേണ്ടിയില്ല, എന്തായാലും ആളിങ്ങനെ ചിരിച്ചിങ്ങോട് നിന്നോളും. അത് നല്ലതല്ല അന്ന. നമ്മളാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളത് ചിരിച്ചോട് നിന്നുണ്ടെങ്കില് നമ്മൾ പിന്നെ ഒന്നും പറയാതിരുന്നാ പോലും അവര് നമ്മളെ കാരണം കൊണ്ടൊന്നും വേദനിക്കൂലല്ല. അതൊരു നല്ല കാര്യം തന്നെയല്ലേ? ബെസ്റ്റ്. ഞാനുണ്ടല്ലോ അങ്ങനെ മിണ്ടാതൊന്നും നിക്കൂല അവളെ പോലെ. ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കേട്ടുകാണ്ട് ചിരിച്ചു നിക്കൊന്നുമില്ല. നല്ലതുപോലെ പറയുമ്പോ അതിനനുസരിച്ച് ഞാൻ നല്ല മറുപടി പറഞ്ഞു കൊടുക്കും. ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇവളെ കല്യാണത്തിന്റെ അന്നുണ്ടല്ലോ, ഇന്റെ ഈ ഉമ്മാന്റെ കയ്യിന്ന് ഇവൾക്ക് അടി വരെ കിട്ടിയിട്ടുണ്ട്. അടി കിട്ടിയേ എന്തിന്? പിന്നെ മതി ഇങ്ങനെ അവരോടെ അവളെ പറ്റി കൂടുതൽ പറഞ്ഞു കൊടുത്താലേ ഇവർക്ക് പിന്നെ ഇവരോട് ഭയങ്കര സ്നേഹം തോന്നും. അമ്മായി ശരിക്കും പെട്ട അവസ്ഥ. മിക്കവാറും അന്ന ഇവിടുന്ന് പോകുമ്പോത്തിന് പഠിച്ചാല് ഇന്നില്ലാത്തോണ്ട് ഒരുപാട് അനുഭവിച്ചു പോകാൻ തോന്നണം. നിങ്ങളെല്ലാരും വരി, നമുക്ക് ഡൈനിങ് ഹാൾക്ക് അങ്ങോട്ട് ഇരിക്കാം. വരി, ചായ കുടിക്കാം. ഇവ പാടി. അല്ലേ ഇവിടെ ഒരാളും കൂടി ഇല്ലേ? ആ ആളെവിടെ? ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഇവിടെ ഇല്ല ആള്. ആ അമ്മായി ഓള് കെടുക്കാണ്. ഓൾക്ക് ഇന്നലെ ചെറുതായിട്ടൊരു തല കറങ്ങിയാണ്ടേ ഓളൊന്ന് വീണ അടുക്കളയില്. അപ്പൊ അവള് റെസ്റ്റ് എടുക്കാണ്. അവളവിടെ റൂമിലുണ്ട്. അല്ലേ ഈ വയറ്റിലുണ്ടാവുമ്പോളേ തലകറക്കൊക്കെ സർവ്വസാധാരണാണ്. അതിനുമ്മ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കില് പ്രസവം സുഖപ്രസവം ആവോ? നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കലില്ലമ്മ. നമ്മളെ കാലം നല്ലല്ല അമ്മായിയെ. പിന്നെ അവരവരിഷ്ടം പോലെ ചെയ്തോട്ടെന്ന് വിചാരിച്ച്. നമ്മളെ കാലത്തൊക്കെ അല്ലേ ഈ കുമ്പിട്ട് അടിച്ചോരലും കുമ്പിട്ട് തുടക്കലും കുമ്പിട്ട് പാത്രം മോറലും. ഇപ്പത്തെ പെൺകുട്ടികൾക്ക് പിന്നെ അതിനൊന്നും വയ്യ. പിന്നെ ഓൾക്കാന്നുണ്ടെങ്കിൽ 1-ാം മാസം മുതൽക്ക് തന്നെ ഈ ഒരു തല കറങ്ങി വകലുണ്ട്. ഇന്നലെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നതല്ലേ, അപ്പൊ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് കരുതി. ഇമ്മ പറഞ്ഞത് ശരിയാണ്. നമ്മളെ കാലം ഒന്നല്ല ഇപ്പത്തെ പെൺകുട്ടികളോടുണ്ടല്ലോ ഒന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അവര് പറഞ്ഞത് മൊത്തം നമ്മൾ ഇങ്ങോട്ട് കേൾക്കണം. നമ്മൾ എന്തെങ്കിലും ഒന്ന് തൊള്ളേന്ന് വാ വിട്ടുകാണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാല് പിന്നെ കണക്കായി, പ്രശ്നമായി, കല്ലായി, തിരക്കായി, അമ്മായിമ്മ പോരായി, അങ്ങനെ പലതും ആവും. അയക്കു നല്ലതൊന്നും ഉണ്ടാതിരിക്കന്നെ നല്ലത്. ഓര് കാട്ടുന്നതൊക്കെ കണ്ടുകാണ്ട് ഉണ്ടാതിരിക്കന്നെ നല്ലത്. എന്തായാലേ ഞാൻ ആളൊന്ന് പോയി നോക്കട്ടെ. എന്നോട് അമ്മായി എന്തൊക്കെ പറയണോ? എന്നെ കുറിച്ച് വലുതിലും കേൾക്കാൻ കാത്തുക്കണം. കുഞ്ഞോ അമ്മായിയെ എന്തിനുള്ള പോക്കാണാവും? ഈ പറഞ്ഞേ ആ പൂവിത്താത്താനെ കാണാനല്ല പോക്ക്. അല്ല ഈ പറഞ്ഞ പൂവിത്താത്താനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ചിലപ്പോ അവിടെ ചെന്നിട്ടേ പൂവിത്താത്താനോട് എന്റെ കുറ്റങ്ങളാവും പറഞ്ഞെടുക്കല്. എന്റെ അമ്മായി ആയോണ്ട് പറയാണ്, വിരുന്നിനൊന്നും വരാതെ എന്ത് കാര്യത്തിനാണ് ആ പൂണ്ട് വിളിച്ചാടി വന്നിട്ടുള്ളത്? കുഞ്ഞോ മാളതാത്ത അമ്മായി ചെന്നാണ്ടേ പൂവിത്താനോട് ചൂടാവോ? അല്ലേ പോയിട്ട് ഒരു തമാശ വരെ കാര്യത്തിലെടുക്കുന്ന ആളാണ്. എന്താവോ എന്തോ. ആരോ വന്നിക്കണല്ലോ അവിടെ. കുഞ്ഞൂന്റെ ആരെങ്കിലും ആണ്. അങ്ങോട്ട് പോയ നോക്കിയാലാ? അതുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ മാളത്താത്താനും പുറത്തോട് പോലെ പുറത്തത്തെ വിശേഷങ്ങളൊന്നും അറിയാനാണ്. പോയി നോക്കിയാലോ?
പോയേ അറിയന്നെ, അന്ന് കല്യാണത്തിന് കണ്ടതല്ലേ, പിന്നെ നമ്മള് നേരിൽ കണ്ടിട്ടില്ലല്ലോ. പിന്നെ അറിയാതെ പൊന്നൂന്റെ അമ്മായി അല്ലേ, ഞാനന്ന് കല്യാണത്തിന്റെ അന്ന് കണ്ടിക്കണല്ലോ. ആ, അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ. നിങ്ങളെങ്ങനെ മനസ്സിലാവാതിരിക്ക അമ്മായിയെ? അന്ന് ഞാൻ പൊന്നൂനോട് പറഞ്ഞും ചെയ്ത്, എടി അന്റെ അമ്മായി ആണെന്ന് അറിയൂലട്ടോ അതിനെ കണ്ടാല്, കാരണം അത്രയും പ്രായം ഉണ്ടെന്നൊന്നും തോന്നൂല, അത്രയും ചെറുപ്പാണ് മുഖമൊക്കെ എന്നുള്ളത്. ആ കുടുംബത്തിലെ ഇങ്ങളെ മാത്രമേ ഞാനിങ്ങനെ പ്രായം ഉണ്ടായിട്ടും പ്രായം കുറവായിട്ട് കണ്ടിട്ടുള്ളൂ. ഞാനത് പൊന്നിനോട് പറഞ്ഞും ചെയ്ത്. ഒന്ന് പോ കുട്ടി അവിടുന്ന്, അതിന് മാത്രം വലിയ ഗ്ലാമർ ഒന്നും ഞാൻ ഇല്ല. തള്ളക്കൊന്ന് സുഖിപ്പിച്ചപ്പോ തള്ളക്ക് കൊണ്ട് പ്രായമില്ല പോലും, ചെറുപ്പം വിചാരം. അല്ല പൂവിയെ, ഇന്റെ ആൾക്ക് ഇപ്പൊ എത്രാം മാസായി? 7 ആവാനായി അമ്മായിയെ. ആ, പ്രസവത്തിന് കൂട്ടിക്കൊണ്ടാവാനായില്ലേ? ആ, കൂട്ടിക്കൊണ്ടാവാനായി. അടുത്ത മാസം ഫസ്റ്റ് ആയിട്ടുണ്ടാവും. കുട്ടിയെ, ഞാൻ പറഞ്ഞോണ്ടൊന്നും തോന്നരുത്. ഇങ്ങനെ ഈ റൂമിൽ തന്നെ ഇരുന്നാൽ ശരിയാവൂല. ഇടക്കൊക്കെ എന്റെ അമ്മായിമാന്റെ ഇടയിലും മൂത്തച്ഛന്റെ ഇടയിലും പൊന്നൂന്റെ ഇടയിലൊക്കെ ഒന്ന് പോയി ഇരിക്ക്. ഇപ്പൊ നിങ്ങൾ കേറി വന്നേ അന്റെ അളിച്ചില്ലേ, നിന്റെ ആങ്ങളുടെ മോള് പൊന്നു, ഓൾക്കുണ്ടല്ലോ ആൾക്കാരെ കയ്യിലെടുക്കാനേ ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണ് അമ്മായി പറഞ്ഞത് നിന്റെ ആൾ ഇവിടെ തന്നെ ഇങ്ങനെ കെടുക്കണ്ടെന്നുള്ളത്. അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിലേ അനക്കന്നെ ലാസ്റ്റ് കുഴപ്പം വരിക. അതെന്താ എന്നുള്ളതേ അമ്മ ഇപ്പൊ പറയില്ല, കൊറേ കഴിഞ്ഞ് എനിക്ക് മനസ്സിലാവും. അതെന്താ അമ്മായിയെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ്? എന്റെ കുട്ടിയെ, ഇനിയിപ്പൊ ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചാണ്ടേ ഇങ്ങനെ ബേജാറാവണ്ടേ. ഈ കട്ടുമരുന്നുങ്ങാണ്ട് അന്നോടായിട്ട് ഞാൻ പറയാണ്, ഈ പൊന്നുണ്ടല്ല, ഈ പൊന്നൂന്റെ ഉമ്മാനെ, ഈ പൊന്നൂന് എനിക്ക് കണ്ണിന്റെ നേരെ കണ്ടൂടാ. അമ്മായിയെ, നിങ്ങൾ ഇത്രയും പറഞ്ഞത് ഞാൻ പറയാണ്, ഇക്കും വല്ലാതെ പൊന്നൂനെ പിടിച്ചിട്ടൊന്നും ഇല്ല. എന്താന്നറിയില്ല, പക്ഷെ അവളോട് അടുക്കാനും തോന്നണില്ല, അകലാനും തോന്നണില്ല. അത്ര വലിയ കാര്യമായിട്ടൊന്നും അവളെ ഞാൻ തോന്നിയിട്ടില്ല. ഇവിടെ വന്ന പാടന്നെ അവളെല്ലാരെയും ഒരുവിധം കയ്യിലെടുത്തിക്കണ്, അതൊന്നും വല്ലാതെ പിടിച്ചിട്ടില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കണ്ടേ? ഇങ്ങനെ കയ്യിലെടുത്ത പറ്റുള്ളൂ.